പുറപ്പെട്ട മുജാഹിലു ദേ വരുന്നു. എൻ്റെ പൊന്നാര ക്രിസ്ത്യാനികളെ മുസ്ലിമുകൾ നിങ്ങൾക്ക് നന്നായി കൂടെ. ഇത് ഇങ്ങനെയാണ് സതുപദേശം നടത്തേണ്ടത്. നിങ്ങൾ ആ ചെറുപ്പം മുതൽ കുട്ടികളുടെ തലയിലേക്ക് മതം അടിച്ചേൽപ്പിക്കുന്നു. ഇത് കണ്ടടാ, ഇത്രയും നല്ല ഒരു മഹത്തായ സന്ദേശം നൽകുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഉലകത്തിൽ കാണിക്കാൻ കഴിയുമോ? നിങ്ങൾ പുളിക്കണം. കണ്ടു നോക്ക്. പൗരോഹിത്യത്തിന് ഈ പുസ്തകം വെച്ചുകൊണ്ട് ഇവരെ അടിമയാക്കി നിർത്തണം. ബോധമുറയ്ക്കുന്നതിന് മുമ്പ്, തീരുമാനങ്ങൾ എടുക്കാൻ അറിയുന്നതിന് മുമ്പ് തലയിലേക്ക് ഇതൊക്കെ അടിച്ചു കയറ്റും. ബൈബിളിലെ കാര്യങ്ങളും ഖുറാനിലെ കാര്യങ്ങളും അടിച്ചു കയറ്റും. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ നിങ്ങൾ ഈ ബൈബിളിലെയും ഖുറാനിലെയും കാര്യം കുട്ടിയുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അതേസമയത്ത് ശശികല ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ തങ്കപ്പെട്ടൊരു സ്ത്രീ, എനിക്ക് ഓർക്കും ഇതിൻ്റെ അവരെ ഓർത്തിൻ്റെ രോമം എണീറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടുകയാണ്. ഇത്രയും വലിയൊരു തങ്കമ്മ വേറെ എവിടെ ഉണ്ട്? തങ്കമ്മ പറയട്ടെ. ഒരു 18 വയസ്സ് വരെ മതപഠനം അനുവദിക്കരുത്. പോസിബിൾ ആണ്. ഈ ഖുറാനും ബൈബിളും ഇരിക്കേണ്ടോടത്ത് ഇരുന്നിട്ട് ഇവരായി പോന്നിരുന്നു എങ്കിൽ ഗ്രന്ഥത്തെ നമുക്ക് എടുക്കണ്ട. നടക്കുന്നില്ല. അവരുടെ ജീവിതം നടന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് മത പൗരോഹിത്യത്തിന്റെ തകരാറാണ്. പൗരോഹിത്യത്തിന് ഈ പുസ്തകം വെച്ചുകൊണ്ട് ഇവരെ അടിമയാക്കണം. ഇവരെ ഇതൊന്ന് സ്വതന്ത്രരാക്കാൻ അവര് തയ്യാറല്ല. അവർക്ക് പറ്റുന്ന കുഴപ്പം ഹിന്ദുമതത്തിന്റെ മഹിമ എന്താന്ന് പറഞ്ഞാൽ, ഹിന്ദുമതത്തിന് മഹിമയുണ്ട്. അത് നല്ലവരായ ഹിന്ദുക്കൾ സ്വന്തം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ശശികല ടീച്ചർ പറയുന്നൊരു ഹിന്ദു ആശയമുണ്ട്. അതല്ല ഏട്ടാ, നല്ലവരായ ഹിന്ദുക്കൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെയല്ല ഈ പറയുന്നത്. ഈ നമ്മുടെ തങ്കമ്മയെ കുറിച്ച് പറയണം. തങ്കമ്മ പറയട്ടെ. നമ്മളാരും കുട്ടിക്കാലത്ത് ഇതൊന്നും കുട്ടികളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കത്തില്ല. നേരെ ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും പറ്റുന്ന തരക്കട എന്ന് പറഞ്ഞാൽ ബോധമുറയ്ക്കുന്നതിന് മുമ്പ്, തീരുമാനങ്ങൾ എടുക്കാൻ അറിയുന്നതിന് മുമ്പ് തലയിലേക്ക് ഇതൊക്കെ അടിച്ചു കയറ്റും. അതായത് മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ബോധം ഉറക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ തലയിലേക്ക് ഈ മതം അടിച്ചേൽപ്പിക്കുകയാണ്. എന്താണ് അടിച്ചേൽപ്പിക്കുന്നത് നമുക്ക് പിന്നെ പറയാം. അടിച്ചേൽപ്പിച്ചത് ഉണ്ടായ ഗുണം എന്താണ്? ഇതിനൊന്നും നമ്മളല്ല മറുപടി പറയേണ്ടത്. സ്വാമി ചിദാനന്ദപുരി മറുപടി പറയും. എന്നാ കണ്ടോ. ഭാരതത്തിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളം പറയുമ്പോൾ വലിപ്പത്തിൽ ചെറുതാണ്, പക്ഷെ ഏറ്റവും അധികം ആത്മഹത്യ കേരളത്തിലാണ്. ആ ആത്മഹത്യകളിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു സമൂഹത്തിലാണ്. കാരണം പരസ്പരം സഹായിക്കുന്ന സ്വഭാവം ഇല്ല, പരസ്പരം സഹകരിക്കുന്ന സ്വഭാവം ഇല്ല, പ്രതിസന്ധിയെ നേരിടാൻ അറിയില്ല. ഒന്നും കൂടി പറയാണ്, നല്ലവരായ ഹിന്ദു സഹോദരങ്ങൾ ഈ പറഞ്ഞ എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്നവരാണ്. ഞാൻ ഈ പറഞ്ഞത് രാവും പകലും ഈ വിദ്വേഷം വർഗീയതയായിട്ട് നടക്കുന്ന മനുഷ്യരെ കുറിച്ചാണ്. തെറ്റിദ്ധരിക്കല്ലേ. അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ ഇല്ല, ജീവിതത്തിൽ അനുഷ്ഠാനങ്ങൾ ഇല്ല, ശാസ്ത്രബോധം ഇല്ല, പഴയ തലമുറയുടെ ശാപം പേറി വെച്ചിരിക്കാണ്ട് അനുഗ്രഹം ഇല്ല. കാരണം അച്ഛനെയും അമ്മേനെയും വളരെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കുകയും സേവിക്കുകയും ചെയ്താലല്ലേ അവരുടെ സ്വാഭാവികമായ അനുഗ്രഹം ഉണ്ടാവൂ. അനുഗ്രഹം ഇല്ല, ശാപമാണെന്ന്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും ഇല്ല, അമ്മയില്ല. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ അങ്ങനെയല്ല. അവിടെ കുറെയെങ്കിലും അമ്മയോട് അച്ഛനോടുള്ള ആ സ്നേഹം, അവരെ നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അവരുടെ അനുഗ്രഹം അതുണ്ട്. അനുഗ്രഹമുണ്ട്, എന്തായാലും ഉണ്ട്. ആ അനുഗ്രഹമുണ്ട്. ഞങ്ങളുടെ സമൃദ്ധിക്കൊക്കെ കാണുന്നതല്ലേ. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കാവസ്ഥ അഥവാ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നൊരു വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണെന്ന് ആ കമ്മീഷൻ കണ്ടെത്തിയിട്ട് പോലും ഞങ്ങൾ ഈ കേരളത്തിൽ തന്നെ മാത്രം നോക്കുക. ഏറ്റവും കൂടുതൽ ചാരിറ്റി സംഘടന ഏതാണെന്ന്, ഏറ്റവും കൂടുതൽ ചാരിറ്റി സംഘടന ഏത് മതവിഭാഗത്തിനാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുള്ളൊരു മനുഷ്യൻ വന്നൊരു പ്രശ്നം പറഞ്ഞാൽ ചാടി ഇറങ്ങില്ല എന്തൊരു കാര്യത്തിനും. എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഈ കാലം അത്രയും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിട്ട് ഞങ്ങൾ അപകടത്തിലാണ്, ഞങ്ങൾ പ്രയാസത്തിലാണ്, ഞങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടാ? ആകെപ്പാടെ ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഖാലിക്കായ റബ്ബ്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അപകടത്തിലല്ലെന്ന്. ശശികല ടീച്ചർ പറഞ്ഞു ഞങ്ങൾ ദൈവം കൊണ്ട് സമൃദ്ധിയുള്ളവരാണ്, 30 കോടി ദൈവങ്ങളുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ രാവും പകരം പറഞ്ഞ ഹിന്ദു അപകടത്തിലാണ്. ആ പാവപ്പെട്ട ഹിന്ദു മതത്തെ വെറുതെ അവഹേളിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ പൊന്നാര ടീച്ചറെ ചിദാനന്ദപുരി സ്വാമി തന്നെ പറഞ്ഞത്, ചെറുപ്രായത്തിൽ ഞങ്ങൾ മതം പഠിച്ചത് കൊണ്ടാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ ആരാണ്, സമൂഹത്തോടുള്ള ബാധ്യത എന്താണ്, കുടുംബ ബന്ധങ്ങളുടെ മഹിമ എന്താണ്, അതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണെന്നൊക്കെ ചെറുപ്രായത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ പഠിച്ചത് കൊണ്ടാണ് അവർക്ക് ഈ നേട്ടം. ശശികല ടീച്ചറുടെ നിഷ്പക്ഷമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ നാട്ടിലെ കൊടിയ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു മുസൽമാൻ അനുഭവിക്കുന്ന മാനസിക സന്തോഷത്തിൻ്റെ 10-1 അവരെക്കാൾ സാമ്പത്തികമായിട്ടും ആൾബലം കൊണ്ടും സമ്പന്നമായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങൾ രാവും പകലും ഞങ്ങളെ ആരും അപകടപ്പെടുത്താൻ വരുന്നു. വേറെ മുസ്ലിങ്ങളായ ആളുകൾ അവർ കുളിക്കുന്നു, ഒരുങ്ങുന്നു, അത്തറ പൂശുന്നു, അവർ ദുബായി പോകുന്നു, ഖത്തറിൽ പോകുന്നു, പൈസ ഉണ്ടാക്കുന്നു, ജീവിക്കുന്നു, കടകൾ വാങ്ങുന്നു, കച്ചവടം ചെയ്യുന്നു, ലാൻഡുകൾ വാങ്ങുന്നു, അവരെ അടിച്ചു പൊളിക്കുന്നു. ഇപ്പുറത്തെ ക്രിസ്ത്യാനികൾ കാനഡയിലും ലണ്ടനിലേക്ക് പോയി പൈസ ഉണ്ടാക്കുന്നു. നമ്മളിവിടെ ഇരുന്ന് ഞാൻ പറയുന്നത് ശരിയാത്തില്ല, പോട്ടെ. നിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കി നീ എത്ര പേരെ സഹായിച്ചിട്ടുണ്ട്? അവന്റെ മാനവികത.